എന്താണ് വീഡിയോ എടുക്കേണ്ടത്, എന്താണ് കാണിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് കൗണ്ട് കിട്ടുന്നില്ല. അത്രയും നല്ല അടിപൊളി കാഴ്ചകളാണ്. അപ്പം അങ്ങനെ വി ആർ എക്സൈറ്റഡ്. നമ്മുടെ സെക്കൻഡ് ഡേയിൽ നമ്മൾ ആദ്യം പോയത് വൈഷ്ണോദേവി ടെമ്പിളിലാണ്. അപ്പോൾ അവിടെ ഫോട്ടോഗ്രാഫിയൊക്കെ പ്രൊഹിബിറ്റഡാണ്. അതുകൊണ്ട് അകത്തെ ഒന്നും എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ സൂപ്പർ അടിപൊളി അമ്പലമായിരുന്നു. ഒരുപാട് ദേവി മാത്രമല്ല, ലക്ഷ്മി ഉണ്ടായിരുന്നു, മഹാദേവൻ ഉണ്ടായിരുന്നു, കൃഷ്ണനും രാധയും ഉണ്ടായിരുന്നു. നല്ല മുഖമൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ ഇന്ന് ശിവരാത്രിയും കൂടെയാണ്. അപ്പോൾ അവിടെ പോയി തൊഴുതപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തൃശ്ശൂലൊക്കെ തൊട്ട് വന്ന്. ഇന്ന് മഹാശിവരാത്രി കൂടെയാണ്. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. ഓൺ ദ വേ മണിക്കരൺ സൺ ഗുരുദ്വാരയിലേക്കാണ് ഇപ്പം അടുത്ത പോകുന്നത്. അവിടെ ഒരുപാട് ഹോട്ട് സ്പ്രിങ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ സ്ഥലം വേറൊരു രീതിയിൽ ഫേമസ് ആണ്. ഈ ഒരു ഹോട്ട് സ്പ്രിങ്സും കൂടെ കൊണ്ട് ഫേമസ് ആണ്. പിന്നെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് എന്നാണ് പറയുന്നത്. അവിടുത്തെ ആ ഒരു വാലിയിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. പോകുന്ന വഴി ഭയങ്കര മോശമാണ്. മണാലിയിൽ നിന്ന് കൊണ്ടുപോയി ഈ ഒരു സ്ഥലത്തോട്ട് പോകുന്ന വഴി ഭയങ്കര മോശമാണ്. പക്ഷെ അതുപോലെ സീനിക്കാണ്. ഞങ്ങൾ ഒരാളിവിടെ ഫോട്ടോഗ്രാഫി ടു മണിക്കരൺ. പാർവതി ദേവിക്ക് തൻ്റെ ഒരു പ്രഷ്യസ് ജ്വലായിട്ടുള്ള മണി ഇവിടെ കളഞ്ഞു പോയിട്ടുണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മഹാദേവൻ തൻ്റെ എൻറ്റയർ ആർമീനെ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അവരെത്ര നോക്കിയിട്ട് മണി കിട്ടാതെ വന്നപ്പോൾ അവസാനം ശേഷനാഗം ആ മണി കണ്ടുപിടിച്ച് തൻ്റെ ഫണത്തിൽ ആ മണി വെച്ച് തിരിച്ച് പാർവതി ദേവിക്ക് അത് കൊടുക്കുകയും അങ്ങനെ ഈ സ്ഥലത്തിന് മണിക്കരൺ എന്ന പേര് വീഴുകയും ചെയ്തതായിട്ടൊരു ഐതിഹ്യമുണ്ട്. ഈ സ്ഥലം ലിറ്ററലി അൺബിലീവബിൾ ആണ്. ഞങ്ങളുടെ കണ്ണിൻ്റെ മുന്നിലുള്ള ഫ്രെയിംസ് ശരിക്കും കണ്ട് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം പറയണമെന്നറിയില്ല. അതിനേക്കാൾ അത്ഭുതം പ്രകൃതിയുടെ അത്ഭുതമാണ്. ഇത്രയും തണുപ്പുള്ള സ്ഥലത്ത് ആ ചൂട് നീരറവാണ്. ഹോട്ട് സ്പ്രിങ്സ് സൂപ്പർ, രക്ഷയില്ല. ഞങ്ങൾ മിസ് ചെയ്തതിനെ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ. പാർവതി നദിയാണിത് അല്ലേ? പാർവതി റിവറാണ്. ക്ഷേത്രത്തിലേക്കുള്ള എൻട്രൻസ് ഇതാണ്. ഇതൊരു പാലം വഴി വേണം പോവാൻ. ആ ബാക്കിൽ കാണുന്നതോ അതാണ് അമ്പലം. അത് ഹോട്ട് സ്പ്രിങ്സ് ആണ് അവിടെ. അപ്പം നമ്മൾ ഇത്രയും ഒരു അവിടെ ഇങ്ങോട്ട് വരുന്ന വഴി എന്ന് പറയുന്ന അത്രയും ഡിഫിക്കൽട്ടായിട്ട് ഒരുപാട് ദുർഘടം പിടിച്ച വഴിയായിരുന്നു. പക്ഷേ ദിസ് ഈസ് വർത്ത് ഇറ്റ്. ഇവിടെ വരുന്നത്, ആ വഴിയിൽ കൂടെ വരുന്നതിൻ്റെ എല്ലാ ക്ഷീണവും എല്ലാം ഇവിടെ വന്ന് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണുമ്പോഴത്തേക്ക് നമുക്ക് മാറും അല്ലേ? തീർച്ചയായിട്ടും സൂപ്പർ. അനുഭവിച്ചറിയേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഡെഫിനറ്റ്ലി വർത്ത് ഇറ്റ്. ഇതാണ് ഹോട്ട്
അങ്ങനെ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ ഒരു കഫേ തേടി നടക്കുകയാണ്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് ATS കഫേ ഞങ്ങൾ കണ്ടത്. അപ്പോൾ നമ്മൾ അവിടേക്ക് പോകുന്ന വഴിയാണ്. ഇത് ആ പാലത്തിൽ കൂടെ നടന്നു വരണം. എനിക്ക് തോന്നുന്നു കെസോളിൻ്റെ ഇത്ര നല്ല വ്യൂ വേറെ ഒരിടത്ത് കാണില്ല എന്ന് പറയാൻ പറ്റില്ല. ചേട്ടാ ATS കഫേ പോവാം. എങ്ങനെയുണ്ട് വ്യൂ? സൂപ്പർ കസോളിലെ ക്രോസ് സെക്ഷൻ കസോൾ യു ബ്യൂട്ടി അല്ലേ? ഇത്രയും നല്ല വ്യൂ ഇപ്പോഴാണ് ശരിക്കും നമുക്ക് കിട്ടുന്നത്. നല്ല ആംബിയൻസ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അല്ലേ? പോയി നോക്കാം. ഇവിടെ ഒരുപാട് കഫേസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ATS ആണ് പർട്ടിക്കുലർ സെലക്ട് ചെയ്തത്. എല്ലാ കഫേസും ഇങ്ങനെ പാർവതി റിവറിനെ ഫേസ് ചെയ്തിട്ടാണ് അതിൻ്റെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് നടത്തിയിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ മൗണ്ടൻ വ്യൂ, റിവർ വ്യൂ, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ രണ്ടും ഒരുമിച്ച് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ കഫേസ് തന്നെ ചൂസ് ചെയ്തത്. എനിക്കൊന്ന് കെസോൾ ഇത്രയും നന്നായിട്ട് ആസ്വദിച്ചിരുന്ന് ഫുഡും കഴിച്ച് കാണാൻ വേറെ ഉള്ള സ്ഥലങ്ങൾ ഇല്ല. ഇച്ചിരി ഉള്ളിലാണെങ്കിലും കഫേസ് ആയിരിക്കും ഐ തിങ്ക് എ ബെറ്റർ ചോയ്സ്. അങ്ങനെ ഞങ്ങൾ ATSൽ ഇരിക്കുകയാണ്. നല്ല വൈബുള്ള കഫേ. റിസർവ് ടേബിളിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ഇതേപോലെ വുഡൻ ടേബിളിൽ നമുക്ക് ഇരിക്കാം. ഇത് റിവർ വ്യൂ ആണ്, മൗണ്ടൻ വ്യൂ ആണ്. ഇതിൻ്റെ അടുത്ത് തന്നെ സ്കാൻ ആൻഡ് പ്ലേസ് യുവർ ഓർഡറിൻ്റെ QR കോഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് ഓർഡർ നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ നമ്മൾ മെനു അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഓർഡർ പ്ലേസ് ആവുന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വരാൻ വേണ്ടിയിട്ട്. ഇത് പക്ഷേ നമ്മുടെ കാർ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നിടത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് നടന്നു പോകുമ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് ദഹിക്കാനുള്ള ചാൻസ് നല്ല കൂടുതലാണ് അല്ലേ? ഡിന്നർ ഷെയർ. അങ്ങനെ മൈ ഹോട്ട് ചോക്ലേറ്റ് ഈസ് ഹിയർ. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, വയറ് ഫില്ലായി. തിരിച്ച് നമ്മൾ മണാലിക്ക് തന്നെ പോവാണ്. അപ്പോൾ അത് ചേട്ടൻ തന്നെ പറ, എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? നമ്മൾ കഴിച്ചത് പാസ്റ്റയാണ് കഴിച്ചത് വിത്ത് ഒരു ഹോട്ട് ചോക്ലേറ്റ്. അപ്പം ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? നല്ല ഫുഡായിരുന്നു. എനിക്കും അതെ. അതെ, വ്യത്യസ്തം ആണോ? നമ്മുടെ അവിടെയൊക്കെ കിട്ടുന്ന സാധനം തന്നെയാണ് അതെ, അവിടെയാണ് വെറൈറ്റി. അത് സൂപ്പറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡബിൾ കോംബോയാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്.